പ്രിയമുള്ളവരെ നമസ്കാരം. കഴിഞ്ഞ ദിവസം റഷ്യയിലുള്ള നമ്മുടെ ഒരു മലയാളി സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഒരുപാട് സ്ഥലങ്ങളിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. സത്യത്തിൽ ഞാനൊരു ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ചെയ്തു പോണ ഒരു വ്യക്തിയാണ്. പക്ഷേ എത്ര എമൗണ്ട് ലഭിച്ചാലാണ് നമുക്ക്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്ര എമൗണ്ടിൻ്റെ ആസ്തി ഉണ്ടെങ്കിലാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുക എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ആ സംസാരം എനിക്ക് തോന്നിയ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സംസാരമായിട്ട് തോന്നി. അപ്പോൾ അതിൽ നിന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. നമുക്കെല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്, ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നേടുക എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് എത്ര ഭദ്രത, എത്ര എമൗണ്ടിൻ്റെ ആസ്തിയുള്ള ഒരു വ്യക്തി ആയാലാണ് നമുക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം ആയ വ്യക്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു സംശയമാണ്. അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മറുപടിയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള അത്യാവശ്യമായിട്ടുള്ള ഒരു ഫണ്ടുണ്ടല്ലോ, ഒരു എമൗണ്ട്, ഒരു ചിലവ്. അതുകൂടാതെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി പോകാനുള്ള ഒരു എമൗണ്ട് ഉണ്ട്. പിന്നെ മൂന്നാമതായിട്ട് അത്യാവശ്യം ചില യാത്രകളും ഷോപ്പിങ്ങുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അത് നിങ്ങൾ കണ്ടെത്തുക എത്രയാണോ ആ എമൗണ്ട്. ആ എമൗണ്ട് ലെറ്റ്സ് ഇപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടത് ഒരു 50,000 രൂപയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഒരു മാസം ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ, വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, അതിൻ്റെ ഒരു 100 ഇരട്ടി എമൗണ്ട് നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട്, ആസ്തിയായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡം നേടി എന്ന് നമുക്ക് പറയാം. ഇനി എങ്ങനെ വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള ആ സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കും? നിങ്ങൾ ഒരു വരുമാനമുള്ള വ്യക്തിയാണ്. എല്ലാവർക്കും അവരുടേതായ ജോലിയുണ്ട്, ഒരു വരുമാനമുണ്ട്, മാസാശമ്പളമുണ്ട്, അല്ലെങ്കിൽ ദിവസ ശമ്പളമുണ്ട്. നമുക്ക് നാട്ടിലുള്ള ഏതൊരു സാധാരണക്കാരനും ചുരുങ്ങിയത് മാസം ഒരു 25,000 രൂപ വരുമാനം ഉണ്ടാവും. അതായത് ദിവസക്കൂലിയുള്ള വ്യക്തിക്കുൾപ്പെടെ, 1000 ദിവസക്കൂലി കിട്ടുന്ന വ്യക്തിക്കുൾപ്പെടെ മാസം അധ്വാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ജോലിക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ ഒരു 25,000 രൂപയുടെ വരുമാനം ഉണ്ടാവും. ആ 25,000 രൂപയിൽ നിന്നും ഒരു 20% മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ആ 20,000 രൂപ വെച്ചിട്ട് നിങ്ങളുടെ എല്ലാ മാസത്തെയും ചിലവുകൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. നീക്കി വെച്ച ഈ 20%, അതായത് ആ 5,000 രൂപ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പോയാൽ 20 വർഷം കൊണ്ട് നമ്മൾ ആകെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറും 12 ലക്ഷം രൂപയാണ്. എന്നാൽ ഈ 12 ലക്ഷം രൂപ അത് കൃത്യമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഒരു 60-65 ലക്ഷമാക്കി മാറ്റാനും, അതിലൂടെ നിങ്ങൾക്ക് 20 വർഷങ്ങൾക്ക് ശേഷം സുഖമായിട്ട് ഒരു 60,000 രൂപ മാസവരുമാനമുള്ള വ്യക്തിയായി മാറാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ പോകേണ്ടത്. പല ആളുകളുടെയും പ്രോബ്ലം, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മുടെ ചിലവുകൾ തികയാൻ മതിയാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ മനുഷ്യന് ആഗ്രഹങ്ങൾ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ, മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്ക് ഒരു കുറവുമില്ലാത്തത് കൊണ്ട് തന്നെ എത്ര പണം കിട്ടിയാലും നമുക്കത് മതിയാവുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ആദ്യമേ തന്നെ ഒരു നിശ്ചിത എമൗണ്ട് മാറ്റിവെച്ച് അത് കൃത്യമായ നിക്ഷേപം നടത്തി, ആ നിക്ഷേപത്തിലൂടെ ഒരു 10, 15, 20 വർഷത്തിനുള്ളിൽ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ലോകത്ത് ഇന്ന് നിലവിൽ 100 പേരെടുത്താൽ ആ 100 പേരിൽ ഒരു 5 ആളുകളെയാണ് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം നേടിയ ആളുകളായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ മനസ്സിനെ കൺട്രോൾ ചെയ്ത് കിട്ടിയ വരുമാനത്തിൽ നിന്നും കൃത്യമായ നിക്ഷേപങ്ങൾ നടത്തി അങ്ങനെ ഫൈനാൻഷ്യൽ ഫ്രീഡം നേടുന്ന ആളുകളായി മാറാൻ എല്ലാവർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സറിഞ്ഞ് വിചാരിച്ചാൽ അടുത്ത 15-20 വർഷങ്ങൾക്കുള്ളിൽ തീർച്ചയായിട്ടും നാം ഓരോരുത്തർക്കും, നമുക്കെല്ലാവർക്കും ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ഇതിലൊരു ചാലഞ്ചായിട്ട് വരുന്നത് പണത്തിൻ്റെ ഇൻഫ്ലേഷനാണ്. ഓരോ വർഷവും ഏകദേശം ഒരു 6% ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഓരോ വർഷവും 6% വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കൊരു 40,000 രൂപ വരുമാനമുള്ള വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ 40,000 രൂപ വെച്ചിട്ട് നമുക്ക് നല്ല മാന്യമായിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്ന വ്യക്തിയാണെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു
1,25,000 രൂപ വേണ്ടി വരും. ഈ 40,000 രൂപ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് നടക്കുന്നോ അത് നടക്കണമെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ 1,25,000 രൂപ വേണ്ടി വരുമെന്നുള്ളതാണ്. അവിടെയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രോപ്പറായിട്ടുള്ള SIP ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെ നിങ്ങൾക്ക് ആ അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പറയുന്നത്. 50,000 രൂപ ശമ്പളമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്നും ഒരു 10,000 രൂപ മാറ്റിവെച്ച് ആ 10,000 രൂപ കൃത്യമായിട്ട് നിങ്ങൾ നിക്ഷേപിച്ചാൽ ഒരു 20 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു 1,30,00,000 രൂപ 35,00,000 രൂപ ആസ്തിയുള്ള വ്യക്തിയായിട്ടുണ്ടാവും. അതിൽ നിന്നൊരു 1% എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാ മാസവും എടുത്ത് ജീവിക്കാൻ സാധിച്ചാൽ തന്നെ നിങ്ങൾക്ക് 1,35,000 രൂപ വെച്ചൊരു മാസം എടുക്കാം. അതിലൂടെ തന്നെ ഇന്ന് എന്ത് വരുമാനമാണോ നിങ്ങൾക്കുള്ളത് ആ വരുമാനം 20 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലിയോ ബിസിനസ്സോ ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളെ മക്കളെ ആശ്രയിക്കാതെ തന്നെ നിങ്ങൾക്കൊരു സ്ഥിര വരുമാനമാക്കി ഇതിനെ മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. കിട്ടുന്ന വരുമാനത്തിൽ നിന്നും കുറച്ച് മിച്ചം വച്ച് അത് കൃത്യമായ രീതിയിൽ അറിയാവുന്ന വ്യക്തികളോട് ചോദിച്ച് പഠിച്ച് കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം നടത്തി അങ്ങനെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക ഭദ്രത നേടാൻ എല്ലാവരും ശ്രമിക്കുക. മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം. നന്ദി, നമസ്കാരം.